ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിന്റെ സിലബസിലെ സെക്കൻഡ് മോഡ്യൂൾ മെട്രിക്സിന്റെ അണ്ടറിൽ വരുന്ന ഹെർമീഷ്യൻ ആൻഡ് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എന്നൊരു ടോപ്പിക്കാണ്. ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. അതുപോലെ തന്നെ ആചാര്യ അക്കാഡമിയിലെ HSA മാത്തമാറ്റിക്സിനായുള്ള 10th ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ആചാര്യ ആപ്പ് വഴിയാണ് ക്ലാസ്സുകളെല്ലാം. റെക്കോർഡഡ് വീഡിയോസും PDF മെറ്റീരിയൽസും അഡീഷണൽ ആയിട്ട് വർക്കൗട്ട് ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ടെസ്റ്റുകളും എല്ലാം അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഹെർമീഷ്യൻ ആൻഡ് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, പിന്നെ അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം എന്താണ് ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് എ സച്ച് ദാറ്റ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ കോൺജുഗേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ട്രാൻസ്പോസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ ഡാഷ് എന്ന് പറയുന്ന സിമ്പിൾ എന്താണ്? ട്രാൻസ്പോസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആണ്. എന്താണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? റോയും കോളവും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് ആണ് എന്ത് പറയുന്നത്? ട്രാൻസ്പോസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സിൽ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് ആണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ട്രാൻസ്പോസ് കോൺജുഗേറ്റിന് ഈക്വൽ ആവുക. ഓക്കെ, ആ മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ A+IB എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ കൺസിഡർ ചെയ്യുക. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A-IB. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു മെട്രിക്സിൽ A+IB എന്ന ഫോർമാറ്റിലുള്ള എലമെൻസിൻ്റെ എന്ത് ചെയ്യുന്നു? കോൺജുഗേറ്റ് എടുത്താൽ കിട്ടുന്ന മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? കോൺജുഗേറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെട്രിക്സിനകത്ത് റിയൽ എൻട്രീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, കോംപ്ലക്സ് എൻട്രീസ് ഉണ്ടെങ്കിലാണ് കോൺജുഗേറ്റ് ഡിഫറെൻ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സിൽ ട്രാൻസ്പോസും കോൺജുഗേറ്റും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ A സ്റ്റാർ ഈക്വൽ ടു A. A സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. ഓക്കെ, A സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റിൻ്റെ ട്രാൻസ്പോസ്. അത് സെയിം മെട്രിക്സ് തന്നെയാണ് വരുന്നതെങ്കിൽ, ഓക്കെ, രണ്ടും സെയിം ആണ് കണ്ടീഷൻ. അതായത് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കോൺജുഗേറ്റിന് ഈക്വൽ ആവുകയോ, അല്ലെങ്കിൽ A സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ്. അതായത് A കോൺജുഗേറ്റ് ഹോൾ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു A തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കണ്ടീഷൻ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോപ്പർട്ടീസ് നോക്കൂ. ആദ്യത്തേത്, ഹെർമീഷ്യൻ മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ ആയിരിക്കും. ഓക്കെ, ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൻ ഡയഗണലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? റിയൽ എൻട്രീസ് ആയിരിക്കും. കോംപ്ലക്സ് വരില്ല. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ നോക്കൂ. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി എന്താ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺജുഗേറ്റ് കോംപ്ലക്സ് ഓഫ് ദി എലമെൻറ്റ്സ് ഇൻ ദി ട്രാൻസ്പോസ്ഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോസ്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു എലിമെൻറ്റ് AIJ എന്നുള്ളൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് AJI. ഓക്കെ, അതായത് A12ൻ്റെ ട്രാൻസ്പോസ് A21, A13യുടെ ട്രാൻസ്പോസ് എന്താണ്? A31. ഓക്കെ, അങ്ങനെ ട്രാൻസ്പോസ്ഡ് പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്? മെയിൻ ഡയഗണലുള്ള എലമെൻറ്റ്സ് റിയൽ ആയിരിക്കും. അതുപോലെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺജുഗേറ്റ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. ട്രാൻസ്പോസ്ഡ് പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് കൺസിഡർ ചെയ്യുക. ഇത് നോക്കൂ, ഇതൊരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. ഇതിൽ ഡയഗണലിൽ കണ്ടോ? റിയൽ എൻട്രീസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് റിയൽ എൻട്രീസ് ആണ്. ഇനി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് നോക്കൂ. നോൺ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇത് ഡയഗണൽ, അതല്ലാതെ ഉള്ളതാണ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ അതിനകത്ത് 3+4i ഉണ്ട്. ഇതിൻ്റെ ട്രാൻസ്പോസ്ഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ ഇതിൻ്റെ കോൺജുഗേറ്റ് വന്നിട്ടില്ലേ? 3+4iയുടെ കോൺജുഗേറ്റ് എന്താ? A+IBയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് A-IB ആണല്ലേ? അതായത് ഐയുടെ കോയിഫിഷ്യൻറ്റിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തതാണ് എന്ത് പറയുന്നത്? കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3+4iയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 - 4i. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതെന്ന് പറയുന്നത് ഹെർമീഷ്യൻ മെട്രിക്സ് ആണെന്ന് പറയാം.
ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തായിരുന്നു ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത്? ട്രാൻസ്പോസും കോൺജുഗേറ്റും ഈക്വൽ ആവുക, അല്ലെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സെയിം മെട്രിക്സ് തന്നെ കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിലെ നമുക്ക് ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. അതിൽ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് റിയൽ എൻട്രീസും അതുപോലെ നോൺ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആയിരിക്കും, കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. ട്രാൻസ്പോസിഡ് പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സ്ക്യൂ ഹെർമീഷ്യൻ എന്താണെന്ന് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് എ സച്ച് ദാറ്റ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ കോൺജുഗേറ്റ്. ഓക്കെ, അതായത് ട്രാൻസ്പോസും കോൺജുഗേറ്റും പരസ്പരം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സൈൻ. ഓക്കെ, ഈക്വലും ഓപ്പോസിറ്റും ആവുകയാണെങ്കിൽ, ഈക്വലും പിന്നെ ഓപ്പോസിറ്റ് സൈനും വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ, സെയിം മെട്രിക്സിൻ്റെ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സുകളെ നമുക്ക് എന്ത് വിളിക്കാം? സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നേരത്തെ പഠിച്ചത് ട്രാൻസ്പോസും കോൺജുഗേറ്റും ഈക്വൽ എന്നാണ്. ഇവിടെ എങ്ങനെയാണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സൈൻ അല്ലേ? ഈക്വൽ എൻട്രീസ് ഈക്വൽ ആയിരിക്കും, പിന്നെ സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് എ ആണ് വരുന്നതെങ്കിൽ അതിനെയാണ് സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമെന്ന് നോക്കാം. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എയ്തർ 0 അല്ലെങ്കിൽ പ്യുവർലി ഇമാജിനറി നമ്പർ. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമാജിനറിയോ അല്ലെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഓഫ് ദി കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഓക്കെ, കോംപ്ലക്സ് കോൺജുഗേറ്റിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ഓഫ് ദി എലമെൻറ്റ്സ് ദെൻ ഇൻ ദി ട്രാൻസ്പോസ്ഡ് പൊസിഷൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പോസ്ഡ് പൊസിഷനിലുള്ള എലമെൻറ്റ്സിൻ്റെ നെഗറ്റീവ് കോൺജുഗേറ്റ് ആയിരിക്കും. അതായത് ഇവിടുത്തെ എക്സാമ്പിൾ നോക്കൂ. ഇതിൽ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എങ്ങനെയാണ്? കോംപ്ലക്സോ അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇനി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1 + iയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 1 - i ആണ്. ഓക്കെ, 1 - i ആണ് കോൺജുഗേറ്റ്. പക്ഷെ നെഗറ്റീവ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് അഡീഷണൽ ആയിട്ട് വരും. ഓക്കെ, കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 1 - i ആണ്, അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അഡീഷണൽ ആയിട്ട് വരും. ഇനി ഉള്ളിലോട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? -1 + i എന്ന് കിട്ടും അല്ലേ? ഓക്കെ, -1 + i എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നെഗറ്റീവ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്യൂ ഹെർമീഷ്യൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മെയിൻ ഡയഗണലും നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എങ്ങനെയാണെന്നെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോളൂ, HSA മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ഒരു ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ ട്രേസ് എപ്പോഴും ഡാഷ് ആയിരിക്കും. ഓക്കെ, ഒരു ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ ട്രേസ് എന്താ? ട്രേസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സിൻ്റെ സം അല്ലേ? ഓക്കെ, മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് റിയൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ സം എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? റിയൽ ആയിരിക്കും. ഓക്കെ, റിയൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റിയൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ പറയുന്നത് നോക്കിക്കോളൂ. ഇൻ ഹെർമീഷ്യൻ മെട്രിക്സ് ദി ഡയഗണൽ എലമെൻറ്റ്സ് ആർ റിയൽ. ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? റിയൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? റിയൽ ആണ്. ഇനി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺജുഗേറ്റ് കോംപ്ലക്സ് ആയിരിക്കും അല്ലേ? ട്രാൻസ്പോസ്ഡ് പൊസിഷനിലുള്ള എലമെൻറ്റ്സിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹെർമീഷ്യൻ മെട്രിക്സ് ഏത്? ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹെർമീഷ്യൻ മെട്രിക്സ് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഹെർമീഷ്യൻ മെട്രിക്സിന് ഫൈൻഡ് ചെയ്യാനായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? അല്ലാതെ ട്രാൻസ്പോസും കോൺജുഗേറ്റും എടുത്തിട്ട് അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് തന്നെ നമുക്കിതിന് ഏതാണ് ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ അല്ലേ? എന്തായിരുന്നു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഹെർമീഷ്യൻ മെട്രിക്സിനകത്ത് ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. ഓക്കെ, ഡയഗണൽ എൻട്രീസ് റിയൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഡയഗണൽ എൻട്രീസ് റിയൽ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഡയഗണൽ എൻട്രീസ് റിയൽ വരാത്തത് ഏതൊക്കെയാണ്? ഇത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം ഇതിൽ ഡയഗണൽ എന്ത് വന്നിട്ടുണ്ട്? കോംപ്ലക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കി എല്ലാത്തിലും എന്താ വരുന്നത്? ഇമാജിനറി വരുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് എന്തായിരുന്നു?
നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും അല്ലേ. ട്രാൻസ്പോസിഡ് പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൽ നോക്കൂ, ഇവിടെ 2+ മെയിൻ ഡയഗണൽ നോക്കണ്ട, ബാക്കിയുള്ള ഇവിടെ 2+i അതിൻ്റെ കോൺജുഗേറ്റ് അല്ലേ ഇവിടെ വരേണ്ടത്, 2 - i അല്ലേ വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ എന്താവില്ല, ഹെർമീഷ്യൻ ആവില്ല. ട്രാൻസ്പോസ്ഡ് പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കണം, പക്ഷേ ഇവിടെ എന്തല്ല, കോൺജുഗേറ്റ് വന്നില്ല, അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബി നോക്കൂ, 2 - i 2 - iയുടെ കോൺജുഗേറ്റ് എന്താ, 2+i. 5 + 2iയുടെ കോൺജുഗേറ്റ് എന്താ, 5 - 2i. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ്ഡ് പൊസിഷനിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കാൻ മറക്കരുത്, 2 - 5iയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2 + 5i ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി കറക്റ്റാണ്. ഓപ്ഷൻ ഡി കൂടി നോക്കൂ. ഓപ്ഷൻ ഡിയിൽ 1 - i ആണ്. 1 - iയുടെ കോൺജുഗേറ്റ് 1 + i ആണ് വരേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതും എന്താവില്ല, ഹെർമീഷ്യൻ ആവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ തന്നിരിക്കുന്നവയിൽ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഡയഗണൽ എൻട്രീസ് എല്ലാം റിയൽ നമ്പേഴ്സും അതുപോലെ തന്നെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോസ്ഡ് പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ കോൺജുഗേറ്റുമായി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്